ഹലോ. അപ്പോൾ ദാ ഞാനും ഐഷുവും കൂടെ ഒന്ന് ഉച്ച കഴിഞ്ഞ് ടൗണ് വരെ പോയിണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിയും വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മച്ചിനെയും കൂട്ടി ഞങ്ങൾ പോയത് ബ്യൂട്ടി മാർക്ക് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് പോയത്. സ്വർണ്ണം വാങ്ങാനൊന്നും അല്ല കേട്ടോ പോയത്. ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വില എത്രയാണെന്ന് അറിയോ? 55,220 കേട്ടോ. ഈ വിലക്കൊന്നും സ്വർണ്ണം വാങ്ങൽ എന്തായാലും ഇപ്പം എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ പോയത് ഐഷുവിൻ്റെ വെള്ളിപ്പാദസരം കുറേ ആയി ടൈറ്റായിട്ട് ഊരി വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഉമ്മച്ചി ഐഷും പാദസരം നോക്കണ നേരം കൊണ്ട് ഞാൻ ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കിട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അവർ വന്ന് ഐഷിൻ്റെ കാലിൻ്റെ അളവൊക്കെ എടുത്ത് നോക്കിട്ടോ. അപ്പോൾ ഐഷു ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഓളയും കൊണ്ട് കിഡ്സിൻ്റെ പ്ലേ സെക്ഷനിലൊന്ന് പോയി കുറച്ച് അവിടെ ഇരുന്ന് കളിക്കാൻ പോയിട്ടോ. അപ്പോൾ ഐഷു ബോളൊക്കെ കണ്ടു. പിന്നെ ഐഷിൻ്റെ മൂടൊക്കെ മാറി ഐഷു കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഷോപ്പിൽ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാറൊക്കെ വെച്ച് നല്ല സൂപ്പറായി ഡെക്കറേറ്റ് ചെയ്തിരുന്നു. പിന്നെ നല്ല അടിപൊളി ഒരു ബ്രൈഡൽ സെറ്റ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു കേട്ടോ. നമുക്ക് വാങ്ങിക്കില്ലെങ്കിൽ നമുക്ക് സ്വർണ്ണം കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് നോക്കി നിൽക്കുന്നത്, പിന്നെ സ്വർണ്ണത്തിൻ്റെ വില അറിയുന്നതൊക്കെ വാങ്ങിയില്ലെങ്കിൽ അറിയുന്ന ഒരു സുഖം തന്നെയുള്ള കാര്യമല്ലേ. പിന്നെ ഇതാ അവർ വന്ന ഐഷിൻ്റെ കാലിൽ പാദസരം അവിടെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ വാങ്ങിയ പാദസരം. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ടൈറ്റ് ആക്കി. പിന്നെ ഐഷുവിന് അത് പാദസരമൊക്കെ ഇട്ട് കുറച്ച് നേരം നടന്ന് അവരൊരു ബലൂണൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ വാങ്ങി അവിടെ എല്ലാവരും ഐഷു ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ ഞങ്ങൾ പോയത് കന്യക സാരീസിലാക്കുകയാണ്. ഐഷുവിന് ഡെയിലി വെയർ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കയറി സ്ഥിതിക്ക് എങ്ങനെ വരിക വെച്ച് കുറച്ച് അവിടെ നിന്ന് എല്ലാം വലിച്ച് വാരിയൊക്കെ ഇട്ട് നോക്കിയാൽ നമുക്ക് ഉള്ള സ്വഭാവമാണല്ലോ. വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് വലിച്ച് വാരിയിടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് വാരിയിട്ട് ഞങ്ങൾ നോക്കി ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നത് വേറൊരു കിഡ്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഐശ്വര്യ കോട്ടൻ്റെ ഒരു ഉടുപ്പ് എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. പിന്നെ കുട്ടിക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഉമ്മച്ചി. പിന്നെ ഞങ്ങളൊരു ബേക്കറിയിൽ പോയി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഉമ്മച്ചി കൈപ്പഞ്ചേരി വീട്ടിലേക്കും പോയി, ഞാനൊരു ഓട്ടോയൊക്കെ തിരിച്ച് വീട്ടിലേക്കും വന്നിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.